ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ കുറച്ച് പേർക്ക് കൊറിയർ ഇന്ന് അയച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം ടു എറണാകുളം വരെയുള്ളവർക്കാണ് ഇന്ന് കൊറിയർ അയച്ചിട്ടുള്ളത്. പിന്നെ ഇന്ന് ഹോം ഡെലിവറി വെച്ചിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ഒരുപാട് നേരമൊന്നും പാക്കിങ്ങിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിന്ന് അയച്ചവരുടെ ലിസ്റ്റ് വായിക്കാം. രജനി സജീവ്, ജ്യോതി അജിത്, കല്യാണി എസ്, അനിൽകുമാർ, സ്മിത ടി എ, സുമീന, പങ്കജാക്ഷി, കാർത്തിക എസ് പി. അപ്പോൾ ഇത്രയും പേർക്കുള്ള കൊറിയറാണ് ഇന്നത്തെ ദിവസം ഡിസ്പാച്ച് ആക്കിയിരിക്കുന്നത്. ഇന്ന് പെട്ടെന്ന് തന്നെ എല്ലാം പൊതിഞ്ഞ് തീർക്കേണ്ടി വന്നു. കാരണം വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാനുള്ള ടൈം ഉണ്ടായില്ല. അതുമാത്രമല്ല, പുതിയ ലോഡ് ഇന്നലെ ഈവനിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോർണിംഗ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അതുമാത്രമല്ല, പിന്നെ ഇന്ന് ഹോം ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിടത്ത് ഒരു 12 റോസും പിന്നെ ഹാരജമന്തിയുടെ കോമ്പും എത്തിച്ചു കൊടുക്കണമായിരുന്നു. അപ്പോൾ രാവിലെ പിന്നെ ഇത് അയച്ച് തീർത്ത് DTDC കൊണ്ട് കൊടുത്തിട്ട് വേണം ബാക്കി പ്ലാൻസ് അയക്കാനായിട്ട്. അപ്പോൾ ഇതാണ് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന പ്ലാൻസ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുള്ളായിട്ടുള്ള പാക്കിങ്ങോ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പുതിയ ഇതൊക്കെയാണ് ഇന്ന് അയക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന പ്ലാൻസ്. ടൈഗർ റോസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നത്, അതുപോലെ തന്നെ പിങ്ക്, ചന്ദന റോസ്, കളർ ചേഞ്ചിങ് ആയിട്ടുള്ള റോസ്, ഇതൊക്കെയാണ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം എടുത്തു വെച്ചു. ഇതാണ് ചന്ദന റോസിൻ്റെ വെറൈറ്റി. ഇപ്രാവശ്യം വന്നതിൽ കുറച്ച് പേർക്ക് ഇതൊരു 3-4 അങ്ങണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ജമന്തിയുടെ കോംബോ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നിവിടുന്ന്. കാരണം വേറെ ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഇത് ഇന്നലെ 12 റോസ് അല്ലേ. അപ്പോൾ ട്രിവാൻഡ്രം ആയതുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങോട്ട് പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതാണ്, ഹോം ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞതാണ്. കാരണം ഇത്രയും പ്ലാൻസ് ഇവിടെ നിന്ന് അയച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും പ്ലാൻസ് നമുക്ക് അയച്ച് നാളെ അത് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നതാണെന്ന് തോന്നി അങ്ങനെ കൊണ്ടുപോയി കൊടുത്തതാണ്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ സ്റ്റോക്കിലുള്ളതാണ് കേട്ടോ. ഓർക്കിഡ് റോസാണ്. ഓർക്കിഡ് റോസിൻ്റെ നാടൻ ബഡ്ഡിങ് ആയിട്ടുള്ള തൈകൾ, ഇതേ സൈസിനുള്ള തൈകളാണ്. ഇതിനേക്കാളും കുറച്ചുകൂടെ ചെറിയ തൈകളുണ്ട്, ഇത്തിരി വലിയ തൈകളുണ്ട് കേട്ടോ. ഇത് നാടൻ പിങ്ക്, നാടൻ ബഡ്ഡിങ്ങിൻ്റെ പിങ്ക് റോസാണ്. ഇപ്രാവശ്യം വന്നതിലും കൂടുതലും ബഡാണ്, അതായത് ഫ്ലവറിങ് ആയിട്ടില്ല, ബഡ് നിൽക്കുന്നതേ ഉള്ളൂ. അതിന് ഏകദേശം ഒരു 2-3 ഡേയ്സ് എടുക്കും വരാൻ. ഇത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. മിഡ് നൈറ്റ് ബ്ലൂ കഴിഞ്ഞ വട്ടം വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ആരൊക്കെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് മിഡ് നൈറ്റ് ബ്ലൂ വേണമെന്നുള്ളവരൊന്ന് മെസ്സേജ് ഇടുക കേട്ടോ. ഇത് വന്നിട്ട് ഓറഞ്ച് ഫ്ലോറിബണ്ട ടൈപ്പാണ്. ഇതും കഴിഞ്ഞ വട്ടം സ്റ്റോക്കിലുണ്ടായിരുന്നു. വളരെ സ്റ്റോക്ക് കുറവുണ്ടായിരുന്ന ഒരു ഐറ്റമാണ്. ഒരു ഓറഞ്ചാണ്, ഒരു ഡാർക്ക് ഓറഞ്ചാണ്. നല്ല ഭംഗിയുള്ള, നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷനാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതാ ഒരു ബ്ലാക്കും ഒരു റെഡും ഒക്കെ ചേർന്നിട്ടൊരു ഫ്ലവറാണ്. അകത്ത് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡ് തോന്നിക്കും. അങ്ങനൊരു റോസാണ് കേട്ടോ ഇത്. ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് കുറവാണ്. കാരണം നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തുന്നതാണ്. അപ്പോൾ അതിനകത്ത് എത്ര എണ്ണം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഫ്ലവറിങ് ആവുന്നതിനനുസരിച്ച് പ്ലാന്റ്സ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഏകദേശം ഒരു 5 തൈ എങ്ങാണ്ട് ഇപ്പോൾ ഉള്ളൂ, 5 പ്ലാന്റ്സേ ഉള്ളൂ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ. പിന്നെ നേരത്തെ കാണിച്ച ഓറഞ്ചിൻ്റെ അത് 2 എണ്ണം ഇപ്പോൾ ഫ്ലവറിങ് ആയിട്ടുള്ളൂ. ഇത് നേരത്തെ കാണിച്ച വെറൈറ്റിയുടെ വേറൊരെണ്ണമാണ്. അത്രയും ഡീപ്പായിട്ടുള്ള ഓറഞ്ച് അല്ല, ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ്. ഇതുപോലെ ആയിരിക്കും അതിൻ്റെ പെറ്റൽ, ഒരുപാട് പെറ്റൽസ് കൗണ്ടൊന്നുമില്ല. ഇത് പിങ്കാണ്. ചിലതൊക്കെ നല്ല ഫ്ലവർ ആയി കിട്ടിയിട്ടുണ്ട്, ചിലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബഡ് നിൽക്കുന്നതേ ഉള്ളൂ. ബഡ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ടൈഗർ റോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ബഡ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ക്രീക്രി ടൈപ്പാണ്, പീച്ച് ക്രീക്രിയാണ്. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകളുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. ഇതൊക്കെ നിറയെ ബ്രാഞ്ചസും അതുപോലെ തന്നെ മൊട്ടുമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് വൈറ്റാണ്. വൈറ്റിൻ്റെയും അധികം പെറ്റൽ കൗണ്ടൊന്നും ഇല്ലാത്ത വെറൈറ്റിയാണ് കേട്ടോ. ഒരു വൈറ്റും ഒരു ക്രീമും കൂടെ മിക്സായിട്ട് വരുന്നത്. പിന്നെ ഇപ്രാവശ്യം വന്നതിൽ ഏറ്റവും ഒരു റെയറായിട്ട് തോന്നിയൊരു റോസാണ്. ഇതിൻ്റെ കറക്റ്റ് കളറോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഒരു കാപ്പി കളറാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒരു എന്താ പറയുക, ഒരു യെല്ലോയും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ബിസ്ക്കറ്റ് കളറാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ തോന്നുന്നു. ഈ ആരോ റൂട്ടിൻ്റെയൊക്കെ ബിസ്ക്കറ്റില്ലേ, അതിൻ്റെയൊക്കെ ഒരു കളറാണ്, ഒരു ഗോൾഡനും യെല്ലോയൊക്കെ ചേർന്നിട്ട്. ഇത് വന്നിട്ട് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ, നല്ലൊരു അടിപൊളി യെല്ലോ കളറാണ്.
അത്യാവശ്യം വലിയ പൂക്കളുമാണ്. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകളെ ഇപ്പോൾ ഉള്ളൂ. കുറച്ച് തൈകളെന്ന് പറയുമ്പോൾ ഒരു 5 തൈകൾക്ക് അകത്തേ ഉള്ളൂ. ഇതൊക്കെ ജമന്തിയാണ്, കോംബോയിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ജമന്തിയുടെ 2 കോംബോ ആണ്. 5 പ്ലാന്റ്സിൻ്റെ 560 രൂപയുടെ കോംബോവും 3 പ്ലാന്റ്സിൻ്റെ 360 രൂപയുടെ കോംബോ ഇൻക്ലൂഡിങ് CC ആണ് രണ്ടും വരുന്നത്. ഇത് വൈറ്റ് 7 ഡേ ആണ്. വൈറ്റ് 7 ഡേ കഴിഞ്ഞോട്ട് ഒരുപാട് പേര് ഓർഡർ തന്നിരുന്നു. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ലാസ്റ്റൊക്കെ ആയപ്പോൾ സോൾഡ് ഔട്ട് ആയിപ്പോയി. പിന്നെ ഇത് ഇന്നലത്തെ ലോഡിൽ പറഞ്ഞ് അങ്ങനെ സെറ്റ് ചെയ്തതാണ് കേട്ടോ വൈറ്റ് 7 ഡേയുടെ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നല്ല ബഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ അത് ഇതൊരു പിങ്കും വൈറ്റും കൂടെ കോമ്പിനേഷനിൽ വരുന്നൊരു നല്ലൊരു അടിപൊളി റോസാണിത്. ഇതും വളരെ കുറച്ചാണ്. ഇപ്രാവശ്യം വന്ന സ്റ്റോക്കിൽ ഒരു 5 പ്ലാന്റ്സിനകത്തേക്ക് തരാനുണ്ടാവുള്ളൂ. കാരണം ഫ്ലവർ ആവുന്നതിനനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇപ്പോൾ പേയ്മെൻറ്റ് മേടിച്ച് വയ്ക്കാനോ അല്ലെങ്കിൽ തരാമെന്നോ പറയാനും പറ്റില്ല. കാരണം ചിലപ്പോൾ ഫ്ലവർ അടുത്ത് ബഡ് വിരിയുമ്പോൾ ചിലപ്പോൾ അത് വേറെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ കൺഫേം പറയാൻ പറ്റില്ല. ഞാൻ വിരിയുന്നതിനനുസരിച്ചിട്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂടത്ത് തന്നെ ഇതിൻ്റെ അപ്ഡേഷൻ ഇട്ടേക്കാം കേട്ടോ. ഇതൊരു പിങ്ക് റോസാണ്, വലിയ പൂക്കളാണ്, അടിപൊളി റോസാണ്. നല്ല വലിപ്പമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പെറ്റൽ കൗണ്ടും ഉണ്ട്. നല്ലൊരു സ്മെല്ലുള്ള റോസാണ് കേട്ടോ അത്. അപ്പോൾ പ്ലാന്റ്സ് വേണമെന്നുള്ളൊരു ഉടനെ തന്നെ വാട്സപ്പ് ചെയ്യുക. കാരണം വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഇതൊരു യെല്ലോയും കളർ ചേഞ്ചിങ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, കളർ ചേഞ്ച് ആവുന്നത് ചിലപ്പോൾ വിരിയുമ്പോൾ ഓറഞ്ച് ആയിരിക്കും, ചിലപ്പോൾ യെല്ലോ ആവും, ചിലപ്പോൾ പകുതി ഓറഞ്ച് പകുതി യെല്ലോ അങ്ങനെ വരുന്നൊരു ടൈപ്പാണ്. ഇത് ടൈഗർ റോസാണ്. ടൈഗറിൽ വൈറ്റ് കൂടുതലായിട്ട് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെയും കുറച്ച് തൈകളാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാടൊന്നുമില്ല. ഇതൊക്കെ ഇപ്പോൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്ന് മോർണിംഗ് ആയപ്പോൾ. അപ്പോൾ ഇനി നാളെയും മറ്റന്നാളും ഒക്കെ ആകുമ്പോഴത്തേക്കും ബാക്കിയുള്ളതോടെ ഫ്ലവറിങ് ആവും. അന്നേരം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരും. പുതിയ പുതിയ റോസിൻ്റെ കളക്ഷൻസ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്കത് അപ്പോൾ തന്നെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് വേണമെന്നുള്ള റോസ് വാട്സപ്പ് വഴിയിട്ട് ഓർഡർ ചെയ്യാം. ഇതിൽ കൊടുത്തേക്കുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ ഇതിലേക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ ഞാൻ ചിലപ്പോൾ മെസ്സേജ് കണ്ടു എന്നല്ല. കാരണം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാവിലെ കൊറിയർ പാക്കിംഗ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 മണിയാവും ഞാൻ ഇത് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആവാനായിട്ട്. അതിന് ശേഷമുള്ള ടൈം ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്തിട്ട് ഈവനിങ് ആകുമ്പോഴാണ് ഞാൻ ഫുള്ളൊന്ന് ഫ്രീ ആവുന്നത്. അന്നേരമാണ് ഞാൻ വാട്സപ്പ് ചെക്ക് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന മെസ്സേജിന് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഒരു 10 മണിക്കുള്ളിൽ വരുന്ന എല്ലാ മെസ്സേജസിനും റിപ്ലൈ തരാറുണ്ട്. പിന്നെ ഇതിന് പ്ലാൻസ് വേണമെന്നുള്ളവർ വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനകത്ത് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് പറയുന്ന നെയിം നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇതിനകത്തുള്ള ഫോട്ടോസൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. കാരണം വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഫോട്ടോ എടുത്ത് വെക്കാറില്ല. അതുമാത്രമല്ല നമ്മളിപ്പോൾ 1-2 പേർക്ക് തരാനുള്ളതേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കുറേ പേര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരും. അപ്പോൾ അതിന് അത് സോൾഡ് ഔട്ട് ആയിപ്പോൾ, അതാണ് പ്രശ്നം. അപ്പോൾ ഫോട്ടോസ് നിങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാണുന്ന റോസ് ചിലപ്പോൾ തരാനുണ്ടാവില്ല. കാരണം അത് അന്നേരം തന്നെ സോൾഡ് ഔട്ടായി പോകാറുണ്ട് പല റോസും. ഇപ്പോൾ ട്രിവാൻഡ്രം ഹോം ഡെലിവറിയിലോ അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഹോം ഡെലിവറി അല്ലാന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് പ്ലാൻസ് എടുക്കുന്നവരൊക്കെ വന്നിട്ട് വീഡിയോസ് കാണുമ്പോഴത്തേക്കും ഓർഡർ തരാറുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ വരുമ്പോഴത്തേക്കും സോൾഡ് ഔട്ട് പറയേണ്ടി വരുന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ വെറൈറ്റീസ് വരുമ്പോഴത്തേക്കും ഞാൻ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.